ഹലോ ഹായ് ബ്ലീസാണ്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത്. എന്താ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൂടി നല്ല വൃത്തിയായിട്ട് അവതരിപ്പിക്കണം തോന്നി. അതായത് എൻ്റെ ഗുരുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു. അതായത് അലിഫ് ലാമു മീമ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ മുത്തഖീങ്ങൾക്ക് യഥാർത്ഥ വഴി. എന്താണ് മീം? എന്താ മീമ? മുഹമ്മദ് റസൂലുള്ള. അത് ഞാൻ പഠിച്ചത് അതിലങ്ങനെയാണ്. അതിന് ചില ആളുകൾ അതിന് അർത്ഥങ്ങൾ കാര്യമായിട്ട് കണ്ടില്ല എന്നാണ് പറഞ്ഞത്, അലിഫുൽ ലാമും മീമിൻ. പക്ഷെ എനിക്ക് എൻ്റെ പഠിച്ചോന് കാണിച്ചു തന്നിട്ട് പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. മീമു മുഹമ്മദ് റസൂലുള്ള, ലാമെന്താ നിഷേധ, ല ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പ്രപഞ്ച സൃഷ്ടാവല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് കണ്ടെത്തുമ്പോൾ, ഇതിനെല്ലാം നിഷേധിക്കുമ്പോൾ, ദൈവമല്ലാത്തത് എല്ലാ വസ്തുക്കളും നിഷേധിക്കുമ്പോൾ എന്താവും? അലിഫ് എന്ന അള്ളാഹുവിനെ ദർശിക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ ഈ റസൂലുള്ളയിലൂടെ അള്ളാഹു റസൂലുള്ളയിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്ന് ഉള്ളപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞിട്ടെ, ല ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള. മുഹമ്മദ് റസൂലുള്ള അന്ത്യപ്രവാചകനാകണമെന്ന വർത്തമാനകാലം ആയിരുന്നു എന്നല്ല, ആയേക്കാന്നല്ല. ആകണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രസൻറ്റിലുണ്ട്, ഇപ്പോഴും ഉണ്ട് വർത്തമാനകാലം. ഈ വർത്തമാനകാലം എട്ടെന്നുള്ള ചക്രങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ഫാലന്നവും നിങ്ങളിലുണ്ട് റസൂലുള്ള. ഈ റസൂലുള്ള നമ്മളിലുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളെ പ്രണയം റസൂലുള്ളയിലേക്ക് കൂടണ്. അപ്പം നമ്മളില്ലാതാവണം. അത് തന്നെയാണ് സുജൂദ്. നമ്മൾ ആ പ്രണയ ലോകത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ സുജൂദ് ചെയ്യണം. നമ്മളില്ല, നീ മാത്രമേ ഉള്ളൂ. അതുണ്ടാകുമ്പോൾ നമ്മളില്ലാതാവും. പിന്നെ അവിടെ എന്താ ഉണ്ടാവുന്നത്? മീമെന്ന ആ നൂറ് വളർന്നു വരും. ആ മീമെന്ന നൂറ് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠന ഗുരു, നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഗുരു ആ റസൂലുള്ള മാത്രമാവും. അപ്പോൾ ആ റസൂലുള്ള നമുക്ക് അള്ളാഹുവിലേക്കുള്ളൊരു വഴികാട്ടിയായി തീരും. അപ്പം എന്നോട് ഒരാൾ ചോദിച്ച്, ഈ അലിഫ്ലാമീമിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എൻ്റെ പഠിച്ചോനെ പറഞ്ഞെന്ന്. അതായത് ഞാനും നിങ്ങളും കണ്ടുകൊടുക്കുന്ന മൊബൈൽ എവിടെയോ ഉള്ള നിങ്ങൾ കാണാൻ, അതായത് എന്നെ വിളിക്കാൻ, അത് ഒരു ഓയറോ കണക്ഷനോ ഒന്നുമില്ല. പക്ഷെ ഒരു അദൃശ്യമായ തരംഗത്തിലൂടെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൊബൈൽ എന്ന മനുഷ്യ ശരീരം, ഇതിൻ്റെ സൃഷ്ടാവുണ്ട് പടച്ച തമ്പുരാൻ. ഇത് പകുതിയിൽ മറയപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ തിരിയും ഈ മറയപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ തരംഗം. ഈ മൊബൈലിലൂടെ നമ്മൾ കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ന തടി എന്ന മൊബൈലിന് തൻ്റെ പ്രപഞ്ച സൃഷ്ടിയോട് സംസാരിക്കാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. നമ്മളെ ഹൃദയം വിശാലമാക്കുക, ഓപ്പൺ ചെയ്യുക. ആ ഇരുട്ടിൽ മൂടിയ അറിവിനെ നമ്മൾ വെളിച്ചമെന്ന അറിവിനെ പ്രവേശിപ്പിക്കും. അതിന് ഇടം കൊടുക്കുക.